ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ആണവ യുദ്ധഭീതിയിൽ മിഡിൽ ഈസ്റ്റ്. ഇറാനിൽ ഇടുക ഇസ്രായേലിന്റെ അണുബോംബുകളോ? ആണവ യുദ്ധം തടയാൻ അമേരിക്ക. ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിച്ച് G7 രാജ്യങ്ങളും അമേരിക്കയും. ഇറാനിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ ഇനി കടലിൽ മുക്കും. ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക്. ലോകം അണുവായുധ യുദ്ധത്തിന്റെ ഭീതിയിലാണ്. ഇസ്രായേൽ യുദ്ധം 363ാമത് ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയും ഇസ്രായേലിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് മിസൈൽ പതിച്ചിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ ഇറാനെതിരെയുള്ള മഹായുദ്ധം ആസൂത്രണം ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതേയുള്ളൂ. ആണവ യുദ്ധത്തിനെ അമേരിക്ക എതിർക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചു എന്ന പെന്റഗൺ റിപ്പോർട്ടിന് ശേഷം വൈറ്റ് ഹൗസ് ഈ യുദ്ധം ആണവ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ വട്ടം ചാടി നിന്ന് തടയുവാനുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്ക തുടങ്ങി. ജോ ബൈഡൻ മിഡിൽ ഈസ്റ്റിലെത്തും. ഒരിക്കൽ അമേരിക്ക ജപ്പാനെ തകർത്ത ആണവ മഹായുദ്ധം ഇനി ഉണ്ടാകാതിരിക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള സ്കെച്ച് ഇറാനെതിരെ ഇട്ടുകഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇറാന്റെ ആണവ നിലയങ്ങൾ, ഇറാൻ പ്രധാനമായിട്ടും ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്ന വിക്ഷേപണ തറകൾ, കേന്ദ്രങ്ങൾ, ഇറാന്റെ മിലിറ്ററി സംവിധാനങ്ങൾ, ആയത്തുള്ള ഖൊമേനിയുടെ ആസ്ഥാനം, ഇറാന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടെഹ്റാന്റെ നിർണായകമായിട്ടുള്ള ഭാഗങ്ങൾ എല്ലാം തന്നെ ഇസ്രായേൽ സ്കെച്ചിടുന്ന തിരക്കിലാണ്. ഒരിക്കൽ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയാൽ തിരിച്ചു വീണ്ടും ഒരു ആക്രമണം ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തുവാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള വലിയ സ്കെച്ചാണ്. കാരണം ഇറാനിൽ ആണവായുധം ഉണ്ട് എന്നുള്ള ചില സൂചനകളുണ്ട്. ഇറാൻ ആണവായുധ പരീക്ഷണവുമായിട്ട് മുമ്പോട്ട് പോവുകയും ലോകം അതിനെ എതിർക്കുകയും അമേരിക്ക അതിനെതിരെ ശക്തമായി നിലകൊള്ളുകയും ചെയ്തു. എങ്കിലും ആണവ പരീക്ഷണങ്ങൾ ഇറാനിൽ നടക്കുന്നുണ്ട്. അത് ആണവ ബോംബിലേക്കും മറ്റും എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെയും ഇപ്പോഴും വ്യക്തമല്ല. അങ്ങനെ ഇരിക്കെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയാൽ തിരിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു സമൂല സമ്പൂർണമായിട്ടുള്ള നശീകരണ പദ്ധതി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റ് ഞടുങ്ങി വിറച്ചു നിൽക്കുകയാണ്. ഒരു ആണവ യുദ്ധത്തിൻ്റെതായിട്ടുള്ള എല്ലാ സാധ്യതകളും ഇസ്രായേൽ പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഇത്രമാത്രം ഈ യുദ്ധം ഗൗരവത്തിലേക്ക് പോകുന്നത്. ഇപ്പോഴും ഇറാനിൽ നിന്ന് ലഭിച്ച ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ തിരിച്ചടി നൽകിയിട്ടില്ല. അതിനാൽ തന്നെ ഇസ്രായേൽ പതുങ്ങിയും പരുങ്ങിയും നിൽക്കുകയാണ്. എന്തിനുള്ള പുറപ്പാടായിരിക്കും? ആണവായുധം കൈവശം വെക്കുന്ന, അനേകം ആണവ ബോംബുകൾ കൈവശം വെക്കുന്ന ഇസ്രായേൽ എന്ന ഈ കുഞ്ഞൻ രാജ്യം ഇറാനിൽ ഒരു അന്തിമ യുദ്ധത്തിന് ഒരുങ്ങുകയാണോ? ഇസ്രായേൽ പറയുന്നതും അവരുടെ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചതുമായിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. അത് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന്റെ സുരക്ഷാ ക്യാബിനറ്റ് ഈ തീരുമാനം നടപ്പാക്കിയത്. അത് ആണവ ആക്രമണം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു അംഗീകാരമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതുവരെയും ഒരു രാജ്യവും ഒരു യുദ്ധത്തിലും ആണവായുധം കയ്യിലെടുത്തിട്ടില്ല. അത് മിഡിൽ ഈസ്റ്റിൽ ധാരാളം യുദ്ധങ്ങളുണ്ടായി, IS-ഉമായിട്ടുള്ള യുദ്ധങ്ങളുണ്ടായി, അഫ്ഗാനിസ്ഥാനിൽ യുദ്ധങ്ങളുണ്ടായി. ഇവിടെയൊന്നും ആണവായുധം ആരും ഉപയോഗിക്കുകയോ കയ്യിലെടുക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചു എന്നുള്ള, ആണവ കേന്ദ്രങ്ങൾ തകർക്കുവാൻ തീരുമാനിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ ആണവ യുദ്ധത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് വഴുതി വീഴുമ്പോൾ അത് മലയാളികൾ അടക്കമുള്ള മിഡിൽ ഈസ്റ്റിനെ, ധാരാളം ഇന്ത്യക്കാരടക്കമുള്ള മിഡിൽ ഈസ്റ്റിനെ കുറിച്ചുള്ള ആശങ്ക എല്ലാ മലയാളികൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഓരോ നീക്കങ്ങളും ഓരോ തീരുമാനങ്ങളും അതീവ ഗൗരവത്തോടെ തന്നെയാണ് ലോകവും മിഡിൽ ഈസ്റ്റും ഇന്ത്യയും കേരളവും ഒക്കെ നോക്കിക്കാണുന്നത്. മാത്രമല്ല, ജൂതരുടെ യുദ്ധവീര്യത്തിൽ കരുണയോ മനുഷ്യപ്പറ്റോ ഒന്നും ശത്രുക്കളോട് കാണിക്കുകയില്ല. അതിനാൽ തന്നെ ആണവാക്രമണ അനുമതി ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചത് മുതൽ ഗൾഫ് രാജ്യങ്ങൾ കിടുകിട വിറയ്ക്കുകയാണ്. ഇതിനിടെ ഇസ്രായേലിലെ ചില ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വന്നത് നോക്കാം. ഇറാന്റെ വൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ തങ്ങളുടെ വ്യോമതാവളങ്ങൾ തകർന്നതായി ഇസ്രായേൽ സൈന്യം സമ്മതിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഇത് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. മിസൈൽ മൂലം തകർന്ന ഓഫീസ് കെട്ടിടങ്ങളുടെയും താവളങ്ങളുടെയും ചില ദൃശ്യങ്ങൾ ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പ്രദേശത്തെ ജനജീവിതത്തെ ബാധിക്കും. അത് അടിയന്തരമായിട്ട് ചെയ്തു വരികയാണ് എന്ന് സൈന്യം അറിയിച്ചു. എയർ ബേസുകളിലെ എല്ലാം മിസൈൽ ആഘാതങ്ങളും സൈന്യത്തിന്റെ പ്രവർത്തനത്തെ ഒരു തരത്തിലും ഒരു കടുകിട പോലും പ്രതിരോധിക്കുവാനോ മാറ്റം വരുത്തുവാനോ ഫലപ്രദമായിട്ടില്ല. സൈന്യത്തിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇസ്രായേൽ പ്രതിരോധ സൈന്യത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ദോഷവും ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ്. റോഷ് ഷഹാനിയിൽ കഴിഞ്ഞ രാത്രി ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. മധ്യ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചായിരുന്നു. പക്ഷേ ഈ
ഡ്രോൺ ആക്രമണത്തിൽ പരിക്കുകളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല എന്നും നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഇസ്രായേലിന്റെ പ്രതിരോധ വകുപ്പ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ലെബനോനിൽ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങി. അതാണ് ഏറ്റവും കഴിഞ്ഞ 12 മണിക്കൂറിലെ യുദ്ധത്തിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ്. ഹിസ്ബുള്ള ഭീകരന്മാർക്കെതിരായിട്ടുള്ള പോരാട്ടം, കനത്ത പോരാട്ടം ലെബനോനിൽ നടക്കുകയാണ്. 8 സൈനികർ, ഇസ്രായേലി സൈനികർ ഈ പോരാട്ടത്തിൽ കൊലപ്പെട്ടു എന്ന് വ്യക്തമായിട്ടുണ്ട്. 8 സൈനികരുടെ ചിത്രങ്ങളടക്കം, ലെബനോനിൽ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട അവരുടെ ചിത്രങ്ങളടക്കം ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. അത്രമാത്രം വലിയ യുദ്ധമാണ്, കരയുദ്ധമാണ് ഇപ്പോൾ ലെബനോനിൽ നടക്കുന്നത്. ഡസൻ കണക്കിന് ഹിസ്ബുള്ള ക്യാമ്പുകൾ ഇസ്രായേൽ ലെബനോനിൽ തകർത്ത് കളഞ്ഞു. ഹിസ്ബുള്ളയുടെ ഭീകരരുടെ ഭാഗത്തെ ആൾനാശം വ്യക്തമായിട്ടുള്ള വലിയ തോതിലുള്ള ആൾനാശം ലെബനോനിൽ ഉണ്ടായിട്ടുണ്ട്. ലെബനോനിന്റെ ഹിസ്ബുള്ളയുടെ ക്യാമ്പുകളാണ് പ്രധാനമായിട്ടും തകർത്തിരിക്കുന്നത്. എങ്കിലും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്ന ലെബനോനിലെ നാശനഷ്ടങ്ങളുടെ ഏകദേശ രൂപം ഇങ്ങനെയാണ്. അൽ ജസീറ മാത്രമേ ഇക്കാര്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ രാത്രി സെൻട്രൽ ബെയ്റൂട്ടിനെ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ, കരയുദ്ധത്തിലും കുറഞ്ഞത് ഡസൻ കണക്കിന് ലെബനോനികൾ കൊലപ്പെട്ടു എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡസൻ കണക്കിന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം ഹോസ്പിറ്റലുകളിലെല്ലാം നിറഞ്ഞു കവിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രൂരമായിട്ടുള്ള ഇസ്രായേലിന്റെ വലിയ തോതിലുള്ള വ്യോമാക്രമണവും കരയുദ്ധവും എന്നാണ് അൽ ജസീറ ലെബനോനിലെ ബെയ്റൂട്ടിൽ ലക്ഷ്യമാക്കിയുള്ള ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലെബനോനിൽ ഇസ്രായേൽ ഉടനീളം നടത്തിയ ആക്രമണത്തിൽ 100-ലേറെ പേർ കൊലപ്പെട്ടു എന്ന് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നു. 100-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ട് ലെബനോൻ ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ലെബനോനെ അടിച്ചു തൂത്ത് വൃത്തിയാക്കിയാണ് ഹിസ്ബുള്ളയുടെ എല്ലാ നശീകരണ ശേഷികളും സമ്പൂർണ്ണമായിട്ട് ഇസ്രായേൽ ആ പ്ലോട്ടുകൾ കണ്ടെത്തുകയും അതിനെതിരെ വലിയ തോതിലുള്ള കരയുദ്ധവും വ്യോമാക്രമണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെബനോനിന്റെ ബെയ്റൂട്ട് മറ്റൊരു ഗാസയായി മാറുകയാണ്. ഇസ്രായേൽ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളാണ്, ഹിസ്ബുള്ളയുടെ താവളങ്ങളാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് 1000 ഹിസ്ബുള്ള ക്യാമ്പുകൾ ഒരുമിച്ച് വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ തകർത്തത്. അത് സമീപകാല ലോകമഹായുദ്ധത്തിൽ പോലും ഇത്രമാത്രം ഒരു ആക്രമണം കണ്ടിട്ടില്ല. അതിനുശേഷമാണ് പേജറുകളും ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന വയർലെസ് സെറ്റുകളും ഒരുമിച്ച് പൊട്ടിത്തെറിച്ചത്. ഇപ്പോൾ നേരിട്ട് കരയുദ്ധമാണ് ലെബനോനിൽ ഇസ്രായേൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ഇറാനെതിരെ ഉപരോധം. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനെ കടലിൽ നിന്നും കരയിൽ നിന്നും ഉപരോധിക്കും. ഇതോടെ ഇറാന്റെ എണ്ണക്കപ്പൽ വ്യാപാരം, ഗ്യാസ് കച്ചവടം, ഇറക്കുമതി, കയറ്റുമതി എല്ലാം സ്തംഭിക്കും. അമേരിക്കൻ ഉപരോധം കൊണ്ടുവന്നാൽ നാറ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ, ഗൾഫ് രാജ്യങ്ങൾ എല്ലാം ഇതനുസരിക്കും. ഉപരോധം നിലവിൽ വരുന്നതോടെ ഇറാനിൽ നിന്നും ഒരു എണ്ണക്കപ്പലും ഇറാന്റെ കടലിൽ വിട്ട് പുറത്തു പോവുകയില്ല. അത്തരത്തിൽ പുറത്തു പോകുന്ന എല്ലാ കപ്പലുകളും അമേരിക്കൻ പടക്കപ്പലുകളും നാറ്റോ സഖ്യവും ആക്രമിച്ച് അത്തരം കപ്പലുകൾ കടലിനടിയിൽ താഴ്ത്തും. അതാണ് ഈ ഉപരോധത്തിന്റെ ഏറ്റവും പ്രധാനം. ഇറാൻ നിലനിൽക്കുന്നത് തന്നെ എണ്ണ വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാണ്. അത് എല്ലാ വഴികളും ഇറാനെതിരെ ഈ ഉപരോധത്തിലൂടെ അടയ്ക്കും എന്നാണ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ G7 രാജ്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ബൈഡൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ 7 പേർ വിചാരിച്ചാൽ, G7-ലെ 7 രാജ്യങ്ങൾ വിചാരിച്ചാൽ ഇറാന്റെ എല്ലാ കഴിവുകളും ഇല്ലാതാക്കാൻ സാധിക്കും. ഈ ഉപരോധം ഇറാനെ നിരായുധവൽക്കരിക്കുന്നതിൽ വരെ എത്തിക്കുമെന്ന് ബിഡൻ പറയുന്നു. ബലസ്റ്റിക് മിസൈലിന് പ്രതികാരമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനെ താൻ എതിർക്കുന്നുവെന്ന് ജോ ബൈഡൻ പറഞ്ഞു. ഇനിയൊരു ആണവ യുദ്ധം ലോകത്തുണ്ടാകുവാൻ അമേരിക്ക സമ്മതിക്കില്ല. അമേരിക്കയുടെ അനുമതി ഉണ്ടാവുകയില്ല. പ്രതികരിക്കാൻ ജെറുസലേമിന് അവകാശമുണ്ട്, ജൂതർക്ക് അവകാശമുണ്ട്. പക്ഷേ ആ പ്രതികരണം അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആക്രമണത്തിന് ആനുപാതികമായി മാത്രമേ പാടുള്ളൂ എന്ന് ജോ ബൈഡൻ മാധ്യമപ്രവർത്തകരോടായിട്ട് പറഞ്ഞു. ഇസ്രായേലുകൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവരുമായിട്ട് ചർച്ച ചെയ്ത് മനസ്സിലാക്കി വരികയാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന്റെ സുരക്ഷാ ക്യാബിനറ്റ് ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുവാൻ തീരുമാനിച്ചു. അത്തരത്തിൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ അതൊരു പക്ഷേ ആണവ വികിരണത്തിലേക്ക് തന്നെ വരും. ആണവ യുദ്ധത്തിന് സമാനമാണ്. ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ ഒരുപക്ഷെ ആണവ ബോംബ് തന്നെ ഇത്തരം ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഉപയോഗിക്കും. ഇത്തരം ആണവ ബോംബുകൾ ആണവ കേന്ദ്രങ്ങൾ പരീക്ഷണശാലകളിൽ വീണാൽ അത് ആണവ ബോംബുകൾ വീണ് സ്ഫോടനം നടത്തിയതാണോ അതോ ആണവ കേന്ദ്രങ്ങളിലെ വികിരണമാണോ എന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അനുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ആണവ സ്ഫോടനം ഇറാനിൽ നടക്കുന്നതിനെ എല്ലാവിധത്തിലും അമേരിക്ക ഇപ്പോൾ എതിർക്കുകയാണ്. ആണവ സ്ഫോടനം ഇറാനിൽ അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന്റെ സുരക്ഷാ ക്യാബിനറ്റ് ആണവ സ്ഫോടനത്തിന്റെ നിർണായകമായിട്ടുള്ള ഒരു അനുമതി വന്നത്. ഇപ്പോൾ ജോ ബൈഡൻ എയർഫോഴ്സ് 1-ൽ കയറുന്നതിന് മുമ്പ്
മാധ്യമപ്രവർത്തകരായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് യുദ്ധം ചെയ്യുവാനുള്ള അവകാശമുണ്ട്. ഇറാന്റെ ഭീഷണികൾ അവസാനിക്കുന്നത് വരെയോ ഇറാനെ കീഴടക്കുന്നത് വരെയോ മാത്രമേ ഈ യുദ്ധം പാടുള്ളൂ, ഇറാനെതിരായിട്ടുള്ള പ്രതിരോധം പാടുള്ളൂ. മാത്രമല്ല അവിടെ ഇറാനിൽ ഒരു മഹാദുരന്തം, ആണവ ദുരന്തം ഉണ്ടാക്കരുത്, ജനങ്ങളെ കൂട്ടമായിട്ട് ഇല്ലാതാക്കരുത്. ആണവ കേന്ദ്രങ്ങൾ തകർന്നാൽ അത് ഇറാന് മാത്രമല്ല മിഡിൽ ഈസ്റ്റിനെയും ലോകം മുഴുവനെയും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ആണവ മഹാദുരന്തം ഇനി ഒരു കാരണവശാലും ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. എന്താണെങ്കിലും മിഡിൽ ഈസ്റ്റ് വളരെ കൗതുകകരമായിട്ടുള്ള നാടകീയമായിട്ടുള്ള സംഭവം വളരെ വലിയ മണിക്കൂറുകളിലൂടെ കടന്നു പോവുകയാണ്. ഇസ്രായേൽ പരുങ്ങുകയാണ്, പതുങ്ങുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇറാന്റെ ഓരോ ഭാഗത്തെയും വലിയ വലിയ കേന്ദ്രങ്ങൾ, ആണവ, ഗ്യാസ്, ഓയിൽ കേന്ദ്രങ്ങൾ, ഇറാന്റെ ഭരണ സംവിധാനം, ആയത്തുള്ള ഖൊമൈനിയുടെ ആസ്ഥാനം, അതൊക്കെ തകർക്കണം എന്ന് ഇറാന്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം സുരക്ഷാ ക്യാബിനറ്റിൽ പറഞ്ഞിരുന്നു. 50 വർഷം കൂടി ലോകം കാണാൻ പോകുന്ന മഹാദുരന്തത്തിന് ലോകം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്നാണ് ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.